ദിസ് ഊഞ്ഞാൽ ഇസ് വെരി ബ്യൂട്ടിഫുൾ. എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ മുന്നിലുള്ള വ്യൂ ആണെങ്കിൽ അതിലും ബ്യൂട്ടിഫുൾ. അതും എനിക്കിഷ്ടപ്പെട്ടു. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ടോൾ ആൻഡ് ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഉള്ളത് വയനാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ നിന്ന് റൂമിൻ്റെ മുന്നത്തെ കാഴ്ച നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ദിസ് ഈസ് ദ റിയൽ ബ്യൂട്ടി. ഇന്നലെ ഞങ്ങൾ രാത്രിയാണ് ഗൈസ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് രാവിലെ അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ 5:30 എണീറ്റ് റെഡി ആയിട്ട് ഞങ്ങളിപ്പോൾ ഇല്ല, ഞങ്ങൾ റിസോർട്ടിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇനി റിസോർട്ട് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടിലെ ഇൻഫിനിറ്റി പൂൾ നിങ്ങൾക്ക് കാണണ്ടേ? ഹൗസ് ദസുകൾ തന്നെ പറ, അല്ല അടിപൊളി കാഴ്ചയല്ലേ. മലകളുടെ ഇടയിലൊരു സ്വിമ്മിങ് പൂൾ, മലകൾ, മേഘങ്ങൾ, അതിൻ്റെ ഇടയിലൊരു സ്വിമ്മിങ് പൂൾ. നോക്ക്, ചുറ്റുമുള്ളൊരു സീനാണിത്. അടിപൊളിയല്ലേ? ഇത്രയും അടിപൊളിയാണ് ഇൻഫിനിറ്റി പൂൾ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നിട്ടില്ല, ഈ ഒരു വ്യൂ കണ്ടപ്പോൾ റിയലി ഇറ്റ്സ് ഓസം. ഇതാണ് ഞങ്ങളെ റിസോർട്ട്, ക്ലൗഡ്സ് വ്യൂ നേച്ചർ റിസോർട്ട്. പേര് പോലെ തന്നെ ദിസ് ഈസ് എ ക്ലൗഡ്സ് വ്യൂ റിസോർട്ട് എന്ന് തന്നെ പറയാം. ഇതാണ് റിസോർട്ടിൻ്റെ നേരെ ഫ്രണ്ട്. ഈ കാണുന്ന കാഴ്ച ഇസ് വേറെ ലെവൽ. രാവിലെ എണീച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പം ഇതാണ് നമ്മൾ കണ്ടേ. അടിപൊളിയല്ലേ? ദിസ് ഈസ് ദ മോർണിംഗ് കാഴ്ച ഓഫ് വയനാട്. ഇതാണ് ഞങ്ങൾ റിസോർട്ടിൻ്റെ അടുത്തുള്ള ഒരു കുന്നുപോലത്തെ സ്ഥലം. ഇവിടെ രാവിലത്തെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്ക് സൂര്യൻ അങ്ങ് മേലെ പൊന്തി പോയിന്ന് തോന്നുന്നു. ബട്ട് വാട്ട് എവർ, ഇവിടുത്തെ ഈ ഒരു വ്യൂ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് എനക്കൊട്ടും പിടിക്കാത്തതുകൊണ്ട് ശ്വാസം മുട്ടലും എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് നമ്മളെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിൻ്റെ ഒരു അപ്പോൾ അടിപൊളി സ്ഥലം നിങ്ങൾ തന്നെ കണ്ടോക്ക്. റിയലി അമേസിങ്. ആദ്യമായിട്ട് ഇത്ര രാവിലെ എണീറ്റ് നമ്മൾ ഈ ട്രിപ്പ് പോയിട്ടല്ലേ. ബട്ട് വർത്ത് ദ waking up. Guys, if you are looking for a good stay in Wayanad, then this is a good recommended spot which is on top of hills or besides tea estate and what not you need. Surrounded with hills and clouds. So beautiful. It's very beautiful. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ആണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് നടക്കാൻ തന്നെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അങ്ങതാ ഒരു ഊഞ്ഞാൽ. ഫുൾ ചങ്ങായിമാരെല്ലാം കൂട്ടി വന്നാൽ നിങ്ങൾക്ക് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. ദിസ് ഊഞ്ഞാൽ ഇസ് വെരി ബ്യൂട്ടിഫുൾ. എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ മുന്നിലുള്ള വ്യൂ ആണെങ്കിൽ അതിലും ബ്യൂട്ടിഫുൾ. അതും എനിക്കിഷ്ടപ്പെട്ടു. കുളിച്ച് വന്ന് നോക്കുമ്പോൾ ഡോർ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് കണ്ടത്. നോക്കിയാൽ ഞങ്ങൾ ഒന്നും കാണുന്നില്ല, ഫുൾ കോട മൂടിയിട്ട് മഴയാണ് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല മഴയാണ്. അപ്പോൾ ഒരു കോട്ടയെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് പോയി നോക്കാം. എന്തായാലും ഇന്നലത്തെ ഈവനിങ് സ്നാക്സും നൈറ്റ് ഡിന്നറും അടിപൊളിയായിരുന്നു. അപ്പോൾ മോർണിംഗും അതേ എക്സ്പെക്റ്റേഷനിലാണ് ഞങ്ങൾ പോകുന്നത്. മഴ പെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ആ ചെടീൻ്റെ പേരറിയണേನು, ഇതിൻ്റെ നല്ല ഭംഗിയില്ലേ? അതന്നെ അച്ഛൻ പറഞ്ഞൊരു കൊമ്പും കുറിച്ചോന്ന്. നല്ല ഭംഗിയില്ലേ? ഇതാണ് ഗൈസ് ഞങ്ങളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. മറന്നുപോയി. അപ്പോൾ നമുക്ക് ക്ലൗഡ് വ്യൂ റിസോർട്ട് വയനാടിന്ന് വിട പറയാൻ സമയമായി. ഇപ്പോൾ ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് മെസ്മറൈസിങ് ആവുന്നു. അപ്പോൾ ടൈം ടു ഗോ ഹോം. ഞങ്ങൾ വയനാടിനോട് തിരിച്ച് ഞങ്ങൾ വടകര വീട്ടിലേക്ക് പോവാണ്. ആഫ്റ്റർ 20 സെക്കൻഡിന് വീട്ടിൽ ഇറങ്ങിയതാണ്. വീട്ടിലേക്ക് ഇവിടെ ഞങ്ങൾ നിന്ന റിസോർട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ആകെ 47 കിലോമീറ്ററേ ഉള്ളൂ. വി ആർ ഓൾമോസ്റ്റ് റീച്ചിങ് വടകര. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ആൻഡ് ഐ ആം
packing my husband's dress. ഇന്ന് മുതൽ ഞാൻ ഒറ്റക്കായി. മൈ ഹസ്ബൻഡ് പണിക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയി. അപ്പോൾ that's all for the day. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.